ഓങ്ക്രി മദ്യം പച്ചവെള്ളമാകട്ടെ. ചേട്ടാ ബേബി പഞ്ചർ ഷോപ്പ്. ഇത് തന്നെ. ബേബി ചേട്ടാ അവിടെ ഉണ്ടോ? വരെ നിയമവിരുദ്ധ ഇടപെടൽ. ഓട്ടോ കിട്ടിയില്ല, അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ ഉരുട്ടിയിട്ട് കൊണ്ടുവരേണ്ടി വന്നു. എവിടെ നിന്ന്? അമ്പലമുകളിൽ നിന്ന്. അമ്പലമുകളിൽ നിന്ന് ഇത്രയും ദൂരം ഈ ചക്കർ ഉരുട്ടിവിട്ട് കൊണ്ടുവന്നാ? സമ്മതിക്കണം. രാവിലെ എന്നെ പണി കിട്ടി. പഞ്ചറായുള്ളൊരു കഷ്ടപ്പാടുകളെ. എടാ നീ പടക്കായിരിക്കേ, അരമണിക്കൂർ ഞാൻ എങ്ങനെയെങ്കിലും പഞ്ചർ ഒട്ടിച്ചിട്ട് അവിടെ എത്തിയിരിക്കും കേട്ടാ. നീ പേടിക്കണ്ട, ഞാനും വേറെ ചേട്ടനുണ്ട് ഇവിടെ. ഞങ്ങൾ വെയിറ്റിങ്ങാ. ഞാൻ വിളിക്കാം. എൻ്റെ പൊന്നോ, ഉരുട്ടി മനുഷ്യൻ്റെ ഇടപാട് തീർന്നു. ചേട്ടാ ഇവിടെ അടുത്ത് എവിടെ ഓട്ടോ? തുടക്കം തന്നെ വീഴ്ച. ഇതെന്ത് മനുഷ്യനാണത്? ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടാ ഇവിടെ അടുത്ത് എവിടെ ഓട്ടോ കിട്ടാനായിട്ട്? സ്ട്രൈറ്റ് പോയിട്ട് സെക്കൻഡ് റൈറ്റ്, അവിടെ ചെന്ന് ഞാൻ ഓട്ടോ കിട്ടും. ഊബറിന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാണ്. പോയേക്കാം. എന്ത് സമരത്തിലേക്കായിരിക്കും. ചേട്ടൻ പോകണം. അപ്പോൾ പഞ്ചർ ഒട്ടിക്കാൻ നിൽക്കണില്ലേ? ഞാൻ പഞ്ചർ ഒട്ടിക്കാനൊന്നും വന്നല്ല. അല്ല അപ്പോൾ ചേട്ടൻ ബേബി ചേട്ടനെ കാണുന്നില്ലേ? ഞാൻ അവനെ രാവിലെ വിളിച്ചിരുന്നു. അവൻ അവധിയാണെന്നാണല്ലോ പറഞ്ഞത്. വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാ? ഓ എൻ്റെ പൊന്നി ചേട്ടാ, ഞാൻ ആ ടയർ ഉരുട്ടി വെട്ടി കഷ്ടപ്പെട്ട് പറഞ്ഞു കണ്ടതല്ലേ. ഇത്ര നേരമായിട്ട് ഞാനോട് പോസ്റ്റായിട്ട് നിൽക്കണം, ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു. അയാൾ വരുമെന്ന് താൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. താനിത് എന്തിനാ എൻ്റെ അടുത്ത് കൂടാവണത്? ഇത് പഞ്ചറട അല്ലാന്നൊന്നും ഞാൻ തൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. തനിക്ക് നിൽക്കണോ വേണമെന്ന് തൻ്റെ ഇഷ്ടം. ഇത് നല്ല കൂത്ത്. വല്ലാത്ത ജാതി മനുഷ്യർ. ഈശ്വര, ജാതിയാ? എന്ത് ജാതി? എൻ്റെ പൊന്നയുടെ ജാതി ഒന്നും പറഞ്ഞില്ല, എൻ്റെ ജാതകദോഷം എന്ന് പറഞ്ഞാണേ. ഒന്ന് പോവോ? അങ്ങനെ പറ. പിന്നെ ഇതിനോടൊക്കെ എന്തിനു ഞാൻ പറയണം? ബേബി ചേട്ടൻ്റെ പഞ്ചർ ഷോപ്പ് ഇവിടെ അടുത്തല്ലേ ചേട്ടാ? ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞാൽ മതി. വളരെ ഉപകാരം ചേട്ടാ. ആയിക്കോട്ടെ.